പറ്റിയിട്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വർക്ക് തന്നായിരുന്നു. എനിക്കതിനകത്ത് ആകെ ആരാണ്, പാർവതിയാണോ ആരോ ഒരാൾ മാത്രമേ, പാർവതി ശിവദാസ്, പുള്ളിക്കാരി മാത്രമേ അതിന്റെ ചെക്കർ ബോർഡ് വരച്ച് സബ്മിറ്റ് ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ് ചൊവ്വാഴ്ച ആയിരുന്നു ആക്ച്വലി. അതുകൊണ്ടാണോ തിങ്കളാഴ്ച അയക്കാന്ന് വെച്ചിട്ടാണോ നിങ്ങളാരും അയക്കാഞ്ഞത്? ആണോ അമീഷ? അല്ല, എന്താ അയക്കാഞ്ഞ പിന്നെ? എന്ത് പറ്റി? ഞാൻ മറന്നുപോയത്. ഓക്കെ. ബാക്കി എല്ലാവരും, അന്ന സിസ് ആന്റണി എഴുതിയായിരുന്നോ? ചെക്കർ ബോർഡ് ട്രൈ ചെയ്തായിരുന്നു എഴുതാൻ? ഞാൻ നോക്കി, പക്ഷെ സംഭവം എഴുതണം എങ്ങനെയെന്ന് മനസ്സിലായില്ല. ഓക്കെ. ഞാനും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന, ഞാനും ഈ തിങ്കളാഴ്ച വല്ലതും, കാരണം ഇത്രയും ദിവസം ഈ ക്രിസ്മസിന്റെ തിരക്കായിപ്പോയി. അപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ ഒരാളും കൂടി വേണം. ഞാൻ എഴുതി എടുക്കുന്നത് റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടണമെങ്കിൽ ഒരാളും കൂടി വേണം. വീഡിയോ പോലെ എടുത്ത് ഇടാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇനി അതുകൊണ്ടായിരിക്കും. പക്ഷെ പാർവതി ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടി എനിക്ക് അത് അയച്ചു. പക്ഷെ കുറെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു സാറില്ല, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അപ്പത്തെ അതുകൂടെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളെല്ലാം അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെത്, ആ ചെക്കർ ബോർഡ് വരച്ചിട്ടുള്ളത്. ബാക്കി എല്ലാരും നോക്കിയെന്ന് വിചാരിക്കുന്നു. അത് നോക്കാതെ അശ്വിനി ഒക്കെ നോക്കിയായിരുന്നു ഇത്? അശ്വിനി ഇല്ല, മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടി എടുത്ത് വെച്ച് നോക്കിയിട്ട് അത് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെയും ഡൈഹൈബ്രിഡ് ക്രോസിന്റെയും കാര്യങ്ങളാണ്. അതായത് ജെനറ്റിക്സിന്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ജെനറ്റിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ച് ഇവോൾവ് ചെയ്തെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പം അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ, ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ, പിന്നെന്താണ് 2-3 കാര്യങ്ങൾ. അതായത് ആ ബോർഡ് എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. പിന്നെന്താണ്, വൺ ട്രേറ്റ് ഈസ് എക്സ്പ്രസ് ദാറ്റ് ഈസ് ഡോമിനന്റ് ട്രേറ്റ്, ആൻഡ് വൺ ക്യാരക്ടർ ഈസ് റെസസീവ് ദാറ്റ് ഈസ് റെസസീവ് ട്രേറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ F1 ഹിഡൻ ആയിട്ടുള്ളത് F2 എന്ത് പറ്റും, എക്സ്പ്രസ് ചെയ്യപ്പെടും. പിന്നെ നമ്മൾ പഠിച്ചത് 3:1 ഉള്ള മോണോ ഹൈബ്രിഡിന്റെ റേഷ്യോ. പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ്, അതായത് നമ്മൾ ഇത്രയും നേരം എടുത്തിരുന്ന ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ 2 അലീലിക് ഫോംസ് ആയിട്ടുള്ള ടോള്, ഡോർസ്, അതാണ് മോണോ ഹൈബ്രിഡ് റേഷ്യോ. ഡൈഹൈബ്രിഡ് വന്നപ്പോൾ നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തു. അതായത് ടോൾ എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറും എടുത്തു, ഷേപ്പ് ഓഫ് ദ സീഡും എടുത്തു. അപ്പം രണ്ട് ക്യാരക്ടറും 4 അലീലിക് ഫോംസ്, ട്വാള്, ഡാർഫ്, റൗണ്ട്, റിങ്കിൾഡ്, അതിനെ ക്രോസ് ചെയ്ത് ആ ചെക്കർ ബോർഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചായിരുന്നു. ഒരു മിനിറ്റ്, ജിബിൻ സാറെ, അതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബുക്കിന്റെ അത് ജിബിൻ സാറിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ല. എനിക്കൊന്ന് അയച്ചു തരാമോ? ഞാൻ ഇപ്പൊ അയച്ചു തരാം. ഒന്ന് പ്രസന്റ് ചെയ്യാവോ? ഓക്കെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ അതൊന്ന് അയച്ചിട്ട് പോരാം. ഓക്കെ, ഞാൻ ജിബിൻ സാറിന് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. സാർ ഉടനെ തന്നെ അത് പ്രസന്റ് ചെയ്യും. കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പ്രസന്റ് ചെയ്യാതെ ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ സ്ലൈഡും അങ്ങനെ അവൈലബിൾ അല്ല, കാരണം ഇത് ക്രോസിംഗ് അല്ലേ. അപ്പം സാർ ഉടൻ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം ബാക്കി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു വെച്ച ഇതൊന്നും കൂടി പറയാം. മെന്റൽ എക്സ്പ്ലെയിൻ ദാറ്റ് ദ അപ്പിയറൻസ് ഓഫ് ദ വേരിയേഷൻ ഇൻ ദ ഓസ്പ്രിങ്സ്, അതായത് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പാരന്റ്സിൽ ഇല്ലാതെ ഓസ്പ്രിങ്സിൽ മാത്രം കാണപ്പെടുന്ന ക്യാരക്ടേഴ്സിനെയാണ് വേരിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പം ആ വേരിയേഷന് കാരണം എന്താണ്, ഈസ് ഡ്യൂ ടു ദ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ഈച്ച് ക്യാരക്ടർ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് അന്നാസിസ് ആന്റണി എന്തോ ചോദിച്ചത് വാട്ട് ഈസ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നുള്ള അതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു രണ്ടും 2 ലോക്കസിലാണ് ഉള്ളത്.
രണ്ട് ലോക്കസിലാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരുമിച്ചാണെങ്കിലും അവ തമ്മിൽ മിക്സിങ് എപ്പോൾ നടക്കുന്നില്ല. അവയെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ അന്ന? കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് ഞാൻ അന്നയ്ക്ക് പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ അത്? അന്ന സിസ് ആന്റണി അന്നില്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് ആ കുട്ടി ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത പാരഗ്രാഫ് നോക്കാം. ഗ്രഹർ മെന്റൽ ഡിസ്ക്രൈബ് those which are responsible for the inheritance of characters or factors. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ് തൊട്ട് പറഞ്ഞതാണ്. മെന്റൽ പറഞ്ഞേക്കുന്ന എന്താണ്, ഈ എക്സ്പ്രഷൻ, അതായത് ഈ വേരിയേഷൻ അല്ലെങ്കിൽ ഈ മാറ്റത്തിന് കാരണം എന്താണ്, ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹെറിഡിറ്റിക്ക് കാരണം ഫാക്ടേഴ്സ് ആണ്. ചിലത് വേരി ചെയ്യും, അത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് മൂലം. പിന്നെ ചിലത് എക്സ്പ്രസ് ചെയ്യും, അതായത് പാരന്റ്സിൽ നിന്ന് അതേപോലെ ക്യാരക്ടേഴ്സ് കുട്ടികൾക്ക് കിട്ടും. ആ ഒരു എക്സ്പ്രഷന് അതിന് കാരണം ആ ഒരു ഹെറിഡിറ്റി അല്ലെങ്കിൽ ആ ഒരു കൈമാറി വരുന്ന സ്വഭാവത്തിന് കാരണം എന്താണ്, ഫാക്ടേഴ്സ് എന്നാണ് അവിടെ ഗ്രഹർ ജൊഹാൻ മെന്റൽ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പം അത് ഫാക്ടേഴ്സ് അല്ല, ജീനിനകത്തുള്ള DNA ആണെന്നുള്ളത് നമ്മൾ വരുന്നത് പഠിക്കും. അപ്പം ടെക്സ്റ്റ് ബുക്ക് പ്രസന്റ് ചെയ്യും. ഇപ്പം താഴോട്ട് പോട്ടെ, പേജ് നമ്പർ 103 ആണ്. അതെ അതെ സാർ, അതെ ഈ പേജ് എല്ലാവർക്കും കാണാലോ അല്ലേ? കാണാവോ സാർ? പ്രസന്റ് ചെയ്തേക്കുന്ന എല്ലാവർക്കും കാണാവോ? അശ്വിനി കാണാൻ പറ്റുന്നുണ്ടോ? അശ്വിനി ഓക്കെ സാറേ ഓക്കെ കാണാം. ഓക്കെ ശരി. അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് പിന്നെ കൈമാറ്റം ചെയ്തു വരാൻ കാര്യം എന്താണ്, ദേ ആർ ഫാക്ടേഴ്സ്, സർട്ടൻ ഫാക്ടേഴ്സ് എന്നാണ് ഗ്രഹർ ജൊഹാൻ മെന്റൽ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ലേറ്റർ സ്റ്റഡീസ് അതാണ് പറഞ്ഞത്, ദ റിയൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദോസ് ഫാക്ടേഴ്സ് വെയർ നോട്ട് ഐഡന്റിഫൈഡ് till the early 20th century. It was through further studies that the significance of DNA RNA ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഫുൾ ഫോം പറഞ്ഞു തന്നെയാണ്. DNA ഫുൾ ഫോം എന്താണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ആൻഡ് RNA is റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പം ഇവിടെ പറയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് DNA. ആദ്യം ഗ്രഹർ ജൊഹാൻ മെന്റൽ അത് ഫാക്ടേഴ്സ് ആണെന്ന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ സ്റ്റഡീസ് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലായി, DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെന്ന് മനസ്സിലായി. DNA molecule in the inheritance of characters was made clear. It is also found that the carriers of hereditary, which Mendel described as factors, were the genes present in the DNA. അപ്പോൾ അത് DNA ആ ഫാക്ടേഴ്സ് DNA ആണെന്ന് മനസ്സിലായി. ആ DNA-ക്കകത്തുള്ള ജീൻസ് ആണ് ആക്ച്വലി എന്ത്, ഈ ഹെറിഡിറ്റി ക്യാരക്ടേഴ്സ്, അതായത് പാരമ്പര്യമായിട്ടുള്ള ഗുണങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം അച്ഛനെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ ഇരിക്കുന്നു. നമ്മൾ ആദ്യത്തെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞായിരുന്നു. ജിബിൻ സാറെ സ്ക്രീൻ വിസിബിൾ അല്ല കേട്ടോ. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു സർട്ടൻ ഫാക്ടേഴ്സ് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്, സർട്ടൻ ഫാക്ടേഴ്സ് വേരി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലേറ്റർ സ്റ്റഡീസ് വന്നപ്പോൾ എന്ത് മനസ്സിലായി, സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ DNA-ക്കകത്തുള്ള സർട്ടൻ ജീൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതെന്ന് മനസ്സിലായി. അതിനെയാണ്, ആ ജീനുകളെയാണ് അദ്ദേഹം എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പിന്നെ നമ്മുടെ മെന്റൽ ഫാക്ടേഴ്സ് എന്ന് മെൻഷൻ ചെയ്തിരുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് where the genes present in the DNA. Findings about the structures of DNA in the chromosome becomes a great achievement in the later genetic researches. അത്ര ഇല്ല സർ, ഈ പേജ് ആണ്. പക്ഷേ ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് മനസ്സിലാക്കി, ഈ ഇതിന്ന്, അതായത് DNA-ക്കകത്തുള്ള ജീനുകൾ കാരണമാണ് സർട്ടൻ ഫാക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ പിന്നെ എന്ത് മനസ്സിലാക്കി, ക്രോമസോമിന്റെ സ്ട്രക്ചറും മനസ്സിലാക്കി.
ഹ്യൂമൻ ക്രോമസോമിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി. അത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്തു? ലേറ്റർ ജെനറ്റിക് റിസർച്ചസ്, ജെനറ്റിക്സിന്റെ ഫർദർ റിസർച്ചിന് ക്രോമസോമിന്റെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്തത് വളരെ ഹെൽപ്ഫുൾ ആയെന്നാണ് പറയുന്നത്. മോളിക്കുലാർ ജെനറ്റിക്സ് ഈസ് എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ഏരിയ ഇൻ ദ ഫീൽഡ് ഓഫ് സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ചിന്റെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്? മോളിക്കുലാർ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത്രയും ഒരു ആമുഖം പോലെ, അതായത് DNA സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞതിന് ജസ്റ്റ് ഒരു ആമുഖം പോലെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി ആ പച്ച ബോക്സിനകത്ത് കണ്ടോ? പച്ച ബോക്സിന് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മെന്റൽ ഗെയിൻസ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞിട്ട്. മേളിലോട്ടാ സാറേ, മേളിലോട്ടാ. മെന്റൽ ഗെയിൻസ് റെക്കഗ്നീഷൻ. മെന്റൽ പ്രസന്റഡ് ദ മോസ്റ്റ് സയന്റിഫിക് ഇൻഫറൻസസ് അബൌട്ട് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പൊ മെന്റൽ എന്ത് ചെയ്തു? ആദ്യമേ കുറെ ഇൻഹെറിറ്റഡ് ക്യാരക്ടേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫറൻസസ് കൊടുത്തു. അപ്പൊ എന്ത് പറ്റി? ബട്ട് ദാറ്റ് ടൈം ദ സയന്റിഫിക് വേൾഡ് ഡിസ്കാർഡഡ് ദ ഇൻഫറൻസസ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പ്രൂഫ് സഹിതം പൈസൺ സെക്ടേവത്തിൽ അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തി. ആ പ്രൂഫ് അന്നത്തെ വലിയ ഒരു ബോർഡിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തപ്പോൾ, ഒരു സയന്റിഫിക് വേൾഡിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തപ്പോൾ അത് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞു. അതായത് അത് പൊട്ടത്തരാണ്, അങ്ങനെ ഒരു ഫാക്ടർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് മൊത്തത്തിൽ അതിനെ മാറ്റിക്കളഞ്ഞു. ബട്ട് എന്ത് ചെയ്തു? ഇൻഫറൻസസ്. സയന്റിസ്റ്റ് നെയ്മഡ് കോൾ കോറിൻസ്, എറിക് വോൺ ഷെമാർക്ക് ആൻഡ് ഹ്യൂഗോ ഡിവ്രിസ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു 3 സയന്റിസ്റ്റുകൾ, പിന്നെ ആരാണ്? കോറിൻസ്, ഹ്യൂഗോ ഡിവ്രിസ്, അതുപോലെ തന്നെ എറിക് വോൺ. ഇവര് 3 പേരോട് ചേർന്നിട്ടാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഈ പിന്നെ നമ്മുടെ നമ്മുടെ മെന്റലിന്റെ എക്സ്പെരിമെന്റ് തിരികെ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇദ്ദേഹം ഒരിടത്തെ ഒരു സന്യാസിയായിരുന്നു, ഒരു അച്ഛനായിരുന്നു. അദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ നിന്നാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പം ഈ 3 ആൾക്കാർ ലേറ്റർ ഈ ഫീൽഡിൽ തന്നെ സ്റ്റഡി ചെയ്തപ്പോൾ നമ്മുടെ മെന്റലിന്റെ എക്സ്പെരിമെന്റ് വളരെയധികം ഹെൽപ്ഫുൾ ആകുകയും, അതുപോലെ അവരെന്ത് ചെയ്തു? അവര് ആ ഒരു ഹെൽപ്ഫുൾ ആയ ആ ഒരു മെറ്റീരിയലിനെ മാറ്റി, സാധാരണ സയന്റിസ്റ്റുമാര് അവരുടെ വർക്കിന് പബ്ലിസിറ്റി കിട്ടാനല്ല നോക്കത്തുള്ളൂ. പക്ഷെ ഇവര് 3 പേര് എന്ത് ചെയ്തു? ഇവരുടെ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് കൂടെ തന്നെ നമ്മുടെ മെന്റലിന്റെ ആ തിയറിക്കും അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹം ആരായി മാറി നിന്ന് ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ട് മാറുന്നത്. അതേസമയം ഇവര് 3 പേരും ഇദ്ദേഹത്തിന്റെ തിയറി അന്ന് വേണ്ട, നമ്മുടെ ശാസ്ത്ര ലോകം തള്ളിക്കളഞ്ഞ ഈ തിയറി വേണ്ട, അല്ലെങ്കിൽ അറിയിക്കാതെ വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇദ്ദേഹത്തിന് ഇത്ര ഒരു റെക്കഗ്നിഷൻ കിട്ടത്തില്ലായിരുന്നു. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ആൾക്കാര് Hugo de Vries conducted similar experiments and observations independently. Before publishing the results of their studies, they noticed that the experiments and inferences of Greer Mendel. Then they published the study results to substantiate scientifically the inferences of Greer Mendel. Thus, in 1990, the inferences of Greer Mendel were established as Mendel's law of inheritance. നമ്മൾ ഇപ്പൊ പഠിക്കുന്ന മെന്റൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ആ ഒരു ലോ കൊണ്ടുവരാൻ കാര്യം തന്നെ ഇവര് 3 പേരാണ്. അദ്ദേഹം നേരത്തെ ഇതെല്ലാം കണ്ടുപിടിച്ച് പ്രസന്റ് ചെയ്തു. അന്ന് എന്ത് ചെയ്തു? ഈ ശാസ്ത്ര ലോകം അതിനെ ഡിസ്കാർഡ് ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ പോലും അതിനെ ഇട്ട് മൂടി കളഞ്ഞു എന്നാ നമ്മൾ പഠിക്കുന്നത് പണ്ട്. അപ്പം അതിനുശേഷം സ്റ്റഡീസ് പ്രോഗ്രസ് ആയപ്പോൾ ഈ 3 പേര് ആരൊക്കെയാണ്? കോറിൻസ്, ഹ്യൂഗോ ഡിവ്രിസ്, അവര് 3 പേരും കൂടി ചേർന്നിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ ഇത് റെഫർ ചെയ്യുകയും ഇതിന് വേണ്ടത്ര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതിനും ഒരു റീച്ച് കിട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതാണ് പിന്നെ പിൽക്കാലത്ത് മെന്റൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ സൈഡിൽ കടന്നതുകൊണ്ട് അതും കൂടി അങ്ങ് പറഞ്ഞു പോകാനേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ എന്താണ്? മെന്റൽ കുറെ എക്സ്പെരിമെന്റ് നടത്തി, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതാണ് വേരിയേഷന് കാരണം. പിന്നെ ജെനറ്റിക്സിനകത്ത് എന്താ മറ്റേ ഹെറിഡിറ്ററിക്ക് കാരണം എന്താണ്? സർട്ടൻ ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. ഫാക്ടേഴ്സ് എന്ന് നമ്മുടെ മെന്റൽ പറഞ്ഞു വെച്ചു. പക്ഷെ ലേറ്റർ സ്റ്റഡീസിൽ എന്ത് മനസ്സിലായി? അത് ഫാക്ടേഴ്സ് അല്ല, DNA-ക്കകത്തുള്ള ജീൻസ് ആണ്. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? DNA-ക്കകത്തുള്ള ക്രോമസോമിന്റെ ഹ്യൂമൻ ക്രോമസോമിന്റെ സ്ട്രക്ചർ മനസ്സിലായി. അതെന്തിന്? മോളിക്കുലാർ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ഫാസ്റ്റ് ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ശാഖ, നമ്മുടെ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് മോളിക്കുലാർ ജെനറ്റിക്സ്. അതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയെന്നാണ് ഇത്രയും പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ വളരെ പ്രധാനം, ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഈ പേജിന്റെ ലാസ്റ്റിൽ കണ്ടോ?
കുറച്ചുകൂടെ താഴെയാ സാറേ അത്. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതേ കണ്ടോ, സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരാണ് വാട്സൺ ആൻഡ് ക്രിക്ക്. അവരാണ് എന്ത് നമ്മുടെ DNA ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത്രയും നാളും ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഓക്കെ, അപ്പം നോക്കിക്കോ. ടു സയന്റിസ്റ്റ് നെയിംലി ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. രണ്ടുപേരാണ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. നമ്മൾ വാട്സൺ ആൻഡ് ക്രിക്ക് എന്നാ പറയുന്നത്, ഒരു നെയിമേ എടുക്കത്തുള്ളൂ രണ്ടുപേരെ. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ പ്രസന്റഡ് ദ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA ഇൻ 1953. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്ക് ഇവർ രണ്ടുപേരും കൂടി കോറിലേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് DNA ഡബിൾ ഹെലിക്കൽ മോഡൽ സജസ്റ്റ് ചെയ്തു. അതാണ് ഇത്രയും നാള് സജസ്റ്റ് ചെയ്തതിൽ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. ഓക്കെ, ഡബിൾ ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അപ്പുറത്ത് പടം കാണുമ്പോൾ മനസ്സിലാവും, പഠിപ്പിച്ചു വരുമ്പോൾ കാണിക്കാം. നമ്മുടെ എന്താ മലയാളത്തിൽ പറയുന്നത് എന്താ, സ്റ്റെയർ കേസ് ഇല്ലേ, കോവേനി പോലത്തെ സ്ട്രക്ചർ ആണ്, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. അതായത് പിരിയൻ കോവേനി എന്ന് പറഞ്ഞില്ല, നമ്മുടെ സ്റ്റെയർ കേസ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വന്ന സ്റ്റെയർ കേസ് ഇല്ലേ, അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ DNA ഉള്ളത്. The model fetched wide acceptance in the scientific world and they were awarded the Nobel Prize in 1962. 1953 അദ്ദേഹം അവർ രണ്ടുപേരും കൂടി ഇത് കണ്ടുപിടിച്ചു. 1962 എന്ത് പറ്റി, ഇതിന് ഒരു വൈഡ് അക്സെപ്റ്റൻസ് കിട്ടിയ, നോബൽ പ്രൈസ് വരെ കിട്ടിയ. നോബൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്മുടെ സയൻസിന്റെ ഇതിൽ നോബൽ പ്രൈസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു അംഗീകാരമാണ്. നോബൽ പ്രൈസ് അക്കാലത്ത് കിട്ടിയ ഒരു വർക്കാണ് ഡബിൾ ഹെലിക്സ് DNA ഡബിൾ ഹെലിക്കൽ മോഡലിന്റെ ആ വർക്ക്. ഓക്കെ, ഇനി അപ്പുറത്തെ തൊട്ടപ്പുറത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ പറഞ്ഞൊരു കോവേണി, നമ്മുടെ സാധാ ഇപ്പോഴത്തെ സ്റ്റെയർ കേസ് അല്ല, പണ്ടത്തെ ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് കിടക്കുന്ന സ്റ്റെയർ കേസ് നിങ്ങൾ പലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ DNA ഉള്ളത്. ആസ് പെർ ദ ഡബിൾ ഹെലിക്കൽ മോഡൽ DNA molecule contain 2 strands. ഡബിൾ ഹെലിക്കൽ മോഡൽ, ഡബിൾ രണ്ട്, അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പം അതിൽ നമുക്ക് എന്താ മനസ്സിലാവും, 2 സ്ട്രാൻഡുകളുണ്ട് DNAക്ക്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, DNAക്ക് 2 സ്ട്രാൻഡുകളുണ്ട്. എ സ്ട്രക്ചർ വിത്ത് 2 ലോങ് സ്ട്രാൻഡ്സ്. അതിന്റെ സ്ട്രക്ചർ ആണ് ഇനി പറയുന്നത്. 2 ലോങ് സ്ട്രാൻഡുകളുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു ബ്ലൂവും ഒരു ഓറഞ്ചും അല്ലെങ്കിൽ ഒരു റെഡ് കളറിൽ കാണുന്നുണ്ടോ, അതാണ് DNA 2 സ്ട്രാൻഡുകൾ. ഓക്കെ, ഒരു ലോങ് സ്ട്രാൻഡ് ആണ്, ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്ന സ്ട്രാൻഡുകളാണ്. ഓക്കെ, 2 long strands made up with sugars and phosphate and rungs. അത് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഷുഗേഴ്സ്, ഫോസ്ഫേറ്റ് ആൻഡ് റങ്സ്. റങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്ന കൊവേണി അല്ലെങ്കിൽ ഹെലിക്കൽ മോഡലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പടികൾ പോലെ കണ്ടോ, പടികൾ പോലെ ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്ന പല കളറിൽ, അതിനെയാണ് റങ്സ് എന്ന് പറയുന്നത്. ഒരു റങ്സ് കാണും, ഒരു ഷുഗർ മോളിക്യൂൾ കാണും, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കാണും. അതൊക്കെ താഴോട്ട് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, 2 ലോങ് സ്ട്രാൻഡുകളുണ്ട്. പിന്നെന്തുണ്ട്, മെയ്ഡപ്പ് ഓഫ് ഷുഗർ. അത് എന്ത് വെച്ചാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്, ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. പിന്നെന്തുണ്ട്, റങ്സ് ഉണ്ട്, നടുക്ക് എന്തുണ്ട്, പടികളുണ്ട്. അത് എന്തുവാണ് മെയ്ഡ് വിത്ത് നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസ് വെച്ച് മെയ്ഡ് ചെയ്തേക്കുന്ന പടികളും പിന്നെ ഷുഗറും ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് വെച്ചിട്ട് മെയ്ഡ് ചെയ്തേക്കുന്ന 2 ലോങ് സ്ട്രാൻഡുകളും ചേർന്നിട്ടുള്ള ഡബിൾ ഹെലിക്കൽ മോഡലാണ് DNA ഉള്ളത്. വാസ് സജസ്റ്റഡ്. അപ്പം ഇനി താഴോട്ട് നോക്കിക്കോ, 2 കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു റെഡും, ഈ പടം തന്നെ റെഡും വയലറ്റും. ഓക്കെ, അപ്പം അതിനകത്ത് 2 മോഡലുണ്ട്, 2 സ്ട്രാൻഡുകളുണ്ട്. അത് എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്ന, ഷുഗർ, ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. പിന്നെ ഒരു റൺസുകളുണ്ട്, അതായത് പടികളുണ്ട്. അത് എന്ത് വെച്ചിട്ടാണ്, നൈട്രജൻ ബേസസ് വെച്ചിട്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പടം കൊടുത്തേക്കുന്നുണ്ടോ, അതാണ് ഒറ്റ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA സ്ട്രക്ചർ ആണ്. സിംഗിൾ സ്റ്റാൻഡ്, ഒരു സ്റ്റാൻഡേർഡ് DNA ഒറ്റ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടോ നോക്കിക്കോ. അതില് കണ്ടോ, ഒറ്റ സ്റ്റാൻഡ് കൊടുത്തേക്കുന്നുണ്ടോ, ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ. അതില് ആ ഒരു വയലറ്റ് കളറിൽ 1 സ്റ്റാൻഡേർഡ് DNA എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്. അതിലൊരു വയലറ്റ് കളറിൽ കൊടുത്തേക്കുന്നതാണ് എന്ത്, നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. പിന്നെ ഒരു പെന്റഗൺ ഷേപ്പില് നമ്മൾ ആക്ച്വലി ഷുഗർ എന്ന് പറയുമ്പോഴും ഇറ്റ് ഈസ് ആക്ച്വലി ഡിയോക്സി പെൻഡോസ് ഷുഗർ ആണ്. 5 സൈഡ് ഉണ്ട് അതിന്, പെൻഡോസ് ഷുഗർ ആണ്. അപ്പൊ ഒരു പെന്റഗണൽ ഷേപ്പിൽ കൊടുത്തേക്കുന്നതാണ് ഷുഗർ. പിന്നെ ഒരു പച്ച കളറിൽ കൊടുത്തേക്കുന്നുണ്ടോ, അതാണ് എന്ത്, നൈട്രജൻ ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ. അതിൽ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ലോങ് സ്റ്റാൻഡ് എന്ന് വന്ന് അത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നൈട്രജൻ ബേസസ് പല കളറി. സാറെ കുറച്ചൊന്ന് മേളിലോട്ട് സ്ക്രോൾ ചെയ്യാമോ? ആ, അതില് 4 ബേസസ് നൈട്രജൻ ബേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നൈട്രജൻ ബേസസ് ഏതൊക്കെയാന്ന് നോക്കിക്കോ. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ. ഇത് പോകുന്ന വഴിക്ക് വിശദമായിട്ടുണ്ട്. നിങ്ങൾ ആ കളർ നോക്കിയേ, ഏതുമായിട്ട് പെയർ ചെയ്തേക്കുന്നത് കണ്ടോ. അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ. ആ കളർ കണ്ടോ, ബ്ലൂ, റെഡ് ആൻഡ് യെല്ലോ, ഗ്രീൻ. അത് പെയർ ചെയ്തേക്കുന്നു. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ അശ്വിനി? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ DNA-യുടെ? മനസ്സിലായി സാർ. ജസ്റ്റിന് മനസ്സിലായോ? ജസ്റ്റിൻ മനസ്സിലായി സാർ. ഓക്കെ. പിന്നെ ആരാ ഉള്ള? അമീഷ ആ മനസ്സിലായോ മനസ്സി- പറഞ്ഞത്? ഓക്കെ. ആ. ആനന്ദ് കൃഷ്ണ മനസ്സിലായി സാർ. ഓക്കെ. അന്ന ആന്റണി മനസ്സിലായി. അതുലിന് മനസ്സിലായോ ഞാൻ പറഞ്ഞേ? മനസ്സിലായി സാർ. ഇനി ആരാ ഉള്ള? അഭിനവ് PV മനസ്സിലായി സാർ. ഓക്കെ. ഞാൻ എല്ലാരോടും എടുത്ത് ചോദിക്കാൻ കാര്യം, ഈ ഒരു സംഭവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലർക്കും ജെനറ്റിക്സ് അല്ലെങ്കിൽ DNA സ്ട്രക്ചർ പാടാന്ന് പറയുന്നത്. ഇനി വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ബേസിക് ആയിട്ട് ഇത്ര മനസ്സിലാക്കണം. 2 സ്ട്രാൻഡുകളുണ്ട്, ഇടയ്ക്ക് റൺസുകളുണ്ട്. ആ റൺസുകൾ നൈട്രജൻ ബേസസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 സ്ട്രാൻഡുകൾ എന്തൊക്കെ വെച്ചിട്ടാണ്? ഒരു ഷുഗർ മോളിക്കൂളും ഒരു ഫോസ്ഫേറ്റ് മോളിക്കൂളും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പിന്നെ പോകും തോറും ഇത് കോംപ്ലക്സ് ആയിട്ട് വരുന്നത്. ഇത്ര മനസ്സിലായെങ്കിൽ ഇനി സിമ്പിൾ ആണ്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. 4 നൈട്രജൻ ബേസുകളുണ്ട്, ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ഒരു കുറെ റൺസുകളുണ്ട്. അത് നൈട്രജൻ ബേസസ് വെച്ചുകൊണ്ട് ഉണ്ടാക്കി. ഇനി താഴോട്ട് പോക്കോ. താഴോട്ട് നമ്മൾ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കുന്നത്. ഓക്കെ. അതെ, ആ ബോക്സിൽ കണ്ടോ, നോക്കിക്കോ. DNA മോളിക്യൂൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് യൂണിറ്റ്സ് കോൾഡ് ന്യൂക്ലിയോടൈഡ്. അതായത് DNA-യുടെ ബേസിക് യൂണിറ്റുകളാണ് ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നവരാണ് എഴുതിക്കോ. ബേസിക് യൂണിറ്റ് ഓഫ് DNA ഇസ് നോൺ ആസ് ന്യൂക്ലിയോടൈഡ്. അപ്പം നമ്മൾ പ്രോട്ടീന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? പ്രോട്ടീൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പ്രോട്ടീൻസിന്റെ ബേസിക് യൂണിറ്റ് ഏതൊക്കെയാണ്? എന്താണ്? നമ്മൾ അന്ന് പ്രോട്ടീന്റെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലല്ലേ? അമിനോ ആസിഡ് എന്ന് പറഞ്ഞായിരുന്നു. അതായത് കുറെ അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. എന്ന് പറയുന്ന പോലെ കുറെ ന്യൂക്ലിയോടൈഡ്സ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു DNA ഡബിൾ ഹെലിക്കൽ മോഡൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു വീട് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ ഒരു കെട്ടിടം കെട്ടുകയാണെങ്കിൽ അതിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടികകളാണ്, ബ്രിക്സ് ആണ്. അപ്പം ആ കുറെ ബ്രിക്കുകൾ ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുമ്പോഴല്ലേ ഒരു ബിൽഡിംഗ് ആവുന്നത്. എന്ന് പറയുന്ന പോലെ കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് ഇരിക്കുമ്പോഴാണ് എന്താവുന്നത്? ഒരു ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA ആയി മാറുന്നത്. അപ്പം ഇനി ന്യൂക്ലിയോടൈഡ് എന്തുവാ നോക്കിക്കോ. ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻ എ ഷുഗർ മോളിക്യൂൾ. ഈ ഷുഗർ മോളിക്യൂൾ ആണ് റെഡ് കളറിൽ ഒരു കൊടുത്തേക്കുന്നത്. അത് പെൻഡോസ് ഷുഗർ ആണ്. 5 സൈഡുള്ള പെന്റഗണൽ ഷേപ്പുള്ള പെൻഡോസ് ഷുഗർ ആണ് അത്. ഓക്കെ. കണ്ടെയ്ൻ എ ഷുഗർ മോളിക്യൂൾ. ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കണ്ട ഒരു വയലറ്റ് കളറിൽ റൗണ്ടിൽ കൊടുത്തേക്കുന്നത്, ദാറ്റ് ഈസ് എ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആൻഡ് എ നൈട്രജൻ ബേസ്. ആ ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്ന നൈട്രജൻ ബേസ്. ഇത്രയും സാധനങ്ങൾ ജോയിൻ ചെയ്ത് കാണുന്നതാണ് എന്ത്? ഒരു DNA സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. എ ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻസ് എ ഷുഗർ മോളിക്യൂൾ, എ ഫോസ്ഫേറ്റ് ആൻഡ് എ നൈട്രജൻ ബേസ്. ഇത് ഒരിക്കലും മറക്കരുത്. ഇതാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ്സ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് DNA. ഇനി അടുത്ത നോക്കിക്കോ, കുറച്ച് താഴെ കിടപ്പുണ്ട് അടുത്തത്. DNA കണ്ടെയ്ൻസ് ഷുഗറിനെ പറ്റിയിട്ടാണ്. DNA കണ്ടെയ്ൻസ് ഡിയോക്സി റൈബോസ് ഷുഗർ. അപ്പം ഇതിനകത്തുള്ള ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ. നിങ്ങൾക്ക് അത്രയും പഠിച്ചാൽ മതി. പെൻഡോസ് ഷുഗർ എന്നും കൂടെ ഉണ്ട്. ഡിയോക്സി പെൻഡോസ് ഷുഗർ എന്നാണ് ആക്ച്വലി. അതൊന്നും വേണ്ട. ഡിയോക്സി റൈബോസ് ഷുഗർ, അതാണ് DNA-ക്കകത്തുള്ളത്. നൈട്രജൻ ബേസസ് ആർ ദ മോളിക്യൂൾസ് കണ്ടെയ്ൻ നൈട്രജൻ ആൻഡ് ആർ ആൽക്കലൈൻ ഇൻ നേച്ചർ. അപ്പം ഷുഗർ എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഇനി നൈട്രജൻ ബേസസ് എന്താണ്? ദേ ആർ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. അതായത് നൈട്രജൻ ഉള്ള കോമ്പൗണ്ട്സ് ആണ് അത്. അതുപോലെ തന്നെ ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. സിൻസ് ദ DNA ഹാസ് 4 kinds ഓഫ് നൈട്രജൻ ബേസസ്. അതുകൊണ്ട് തന്നെ DNA-ക്ക് എത്ര ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസ് ഉണ്ട്? 4 ടൈപ്പ് നൈട്രജൻ ബേസസ് ഉണ്ട്. ഏതൊക്കെയാണെന്നാ പറയുന്നത്? നെയിംലി അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഓക്കെ, മനസ്സിലായോ? DNA ഹാസ് 4 kinds ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ടു. അതുപോലെ തന്നെ
അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് 4 ടൈപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡുകളും ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കണ്ട. പക്ഷെ 4 ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസ് ഏതൊക്കെയാണെന്നുണ്ട്. അഡിനിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, നൈട്രജൻ ബേസസ്, the building components of DNA, are the molecules with a great specificity. അപ്പൊ നൈട്രജൻ ബേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ ഗ്രേറ്റ് സ്പെസിഫിസിറ്റി. അവർ ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. ഒരാൾ സ്പെസിഫിക് എന്ന് പറയാൻ കാര്യം എന്താ, അയാൾ ഭയങ്കര പങ്ക്ച്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ ഇന്ന ആളുമായിട്ടേ ചേരത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുമായിട്ടേ അദ്ദേഹം പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ. അത് നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ പോകുന്ന ആൾക്കാർ. അപ്പം ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കണ്ടവരുമായിട്ടൊന്നും കയറി ജോയിൻ ചെയ്തില്ല. ഇവർക്കൊരു കറക്റ്റ് ഒരു പാർട്ട്ണർ ഉണ്ട്, ആ പാർട്ട്ണറുമായിട്ട് ഇവർ കയറി ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പൊ അത് ആ ഒരു ഓർഡർ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഗ്രേറ്റ് സ്പെസിഫിസിറ്റി ഇൻ DNA basis, the basis adenine pairs only with thymine and guanine pairs only with the cytosine. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ എക്സാമിന് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നവരാണെങ്കിൽ സൈഡ് എഴുതിക്കോ, എ ഫോർ അഡിനിൻ എഴുതിയിട്ട് A always pairs with T, that is adenine always pairs with thymine, and guanine G always pairs with C. അതിന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്, അതുകൂടെ എഴുതിക്കോ. A ഡബിൾ ബോണ്ട് T and G ട്രിപ്പിൾ ബോണ്ട് C. അത് പോകുന്ന വഴിക്ക് എന്തുവാന്ന് പറഞ്ഞുതരാം. ഈ നൈട്രജൻ ബേസസിനെ ബോണ്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് ഒന്ന് ഡബിൾ ബോണ്ട് വെച്ചിട്ടും ഒന്ന് ട്രിപ്പിൾ ബോണ്ട് വെച്ചിട്ടുമാണ്. നിങ്ങൾ ബോണ്ടിങ്ങിനെ പറ്റിയൊക്കെ കെമിസ്ട്രിയിൽ പഠിക്കുന്നില്ലേ, അപ്പം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം അതിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നിന് ഡബിൾ ബോണ്ട് മറ്റൊന്നിന് ട്രിപ്പിൾ ബോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അഡിനിൻ ഓൾവേസ് പേഴ്സ് വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പേഴ്സ് വിത്ത് സൈറ്റോസിൻ. ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഓർത്തിരുന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ, തിരിഞ്ഞു പോകരുത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് പഠിച്ചു കഴിഞ്ഞാൽ മറ്റത് അറിയാം. 4 എണ്ണത്തിന് പേര് ആദ്യം പഠിക്കുക, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം, അപ്പൊ അഡിനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്യുമെന്ന് പഠിച്ചു വെച്ചാൽ ഗ്വാനിൻ പിന്നെ ഏതുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ, സൈറ്റോസിൻ. DNA കേസാണ് പറയുന്നത്. ഗ്വാനിൻ ഓൾവേസ് പേഴ്സ് വിത്ത് സൈറ്റോസിൻ, അങ്ങനെ പഠിക്കാം. അതല്ലെങ്കിൽ ഒരു സിംപിളസ്റ്റ് വേ ഉണ്ട്, ഞാൻ പഠിച്ചത് ആ മെത്തേഡിലല്ല, നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിട്ട് പറയുക. ഗ്വാനിൻ അതായത് ജിയും സിയും അല്ലേ, അപ്പം നമ്മൾ ജി എഴുതണമെങ്കിൽ എന്ത് വേണം, ആദ്യം സി എഴുതിയിട്ട് പിന്നെ ചുറ്റിക്കെട്ടിയല്ലേ ജി എഴുതുന്നത്. അപ്പം സി അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതായത് ജി എഴുതുന്നത് എങ്ങനെയാണ്, സി ആദ്യം എഴുതിയിട്ട് അതിനകത്തുനിന്ന് ഒരു ഇതിട്ടല്ലേ നമ്മൾ ജി എഴുതുന്നത്. അപ്പം നമ്മൾ എഴുതുമ്പോൾ ഓർത്താൽ മതി ജി ഓൾവേസ് പേഴ്സ് വിത്ത് സി, അങ്ങനെ ഓർത്ത് എഴുതിയാൽ മതി. അപ്പം മറ്റേത് എന്താന്ന് മനസ്സിലാവും, അഡിനിൻ ഓൾവേസ് പേഴ്സ് വിത്ത് തൈമിൻ. പിന്നെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും നിങ്ങൾക്ക് എഴുതിയാൽ നല്ലത്, ഏറ്റവും നല്ലത്. എഴുതാൻ പറ്റത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അഡിനിന് തൈമിന് ഡബിൾ ബോണ്ടും ഗ്വാനിന് സൈറ്റോസിനും ട്രിപ്പിൾ ബോണ്ടും ആണ് എപ്പോഴും ഉള്ളത്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പഠിപ്പിച്ചതില്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. അതായത് നൈട്രജൻ ബേസസിനെ പറ്റിയിട്ടും ന്യൂക്ലിയോടൈഡിനെ പറ്റിയിട്ടും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അഭിനവ് PV പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിന്റെ തൊട്ട് താഴത്തുള്ളതും കൂടെ നോക്കാം. നിങ്ങളുടെ അതിന്റെ തൊട്ട് താഴെ ഇതണ്ടേ ഒരു ഫില്ല് ചെയ്യാൻ ഒരു കോളം തന്നേക്കുന്നുണ്ടോ? അതായത് പേജ് നമ്പർ 105 കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ താഴെ. ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ ദ DNA molecule ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. റീഡ്രോ ദിസ് ഇല്ലുസ്ട്രേഷൻ ദ സയൻസ് ഡയറി ആൻഡ് കംപ്ലീറ്റ് ദ. അപ്പം ഒരെണ്ണം അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു നോക്കിക്കോ, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൊടുത്തു, ഒരു ഷുഗർ മോളിക്യൂൾ കൊടുത്തു, പിന്നെ എന്ത് കൊടുത്തു, നൈട്രജൻ ബേസ് ആണ് ഫില്ല് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. ഗ്വാനിൻ ട്രിപ്പിൾ ബോണ്ട് സി, കണ്ടോ? സാറ് കാണിച്ചേക്കുന്നത് തന്നെയാണ് അത്. അപ്പം ഗ്വാനിനും സൈറ്റോസിനും പേരെത്തിക്കുന്നു. തൊട്ട് താഴത്ത് നോക്കിക്കോ, തൈമിൻ അപ്പുറത്ത് എന്തായിരിക്കും വരുന്നത്, പറ. തൈമിനും എന്തായിരിക്കും വരുന്നത്? അഡിനിൻ. അതെ, അടുത്ത സൈറ്റോസിൻ ഓൾവേസ് പേഴ്സ്, സൈറ്റോസിൻ ട്രിപ്പിൾ ബോണ്ട് ഗ്വാനിൻ, ജി ആയിരിക്കും അപ്പുറത്ത് വരുന്ന മോളിക്കൂള്. അതെ, പിന്നെ അഡിനിൻ, തൈമിൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അത് വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് എഴുതുക. ഇപ്പുറത്ത് നിങ്ങൾ എന്ത് എഴുതണം, ഫോസ്ഫേറ്റ് മോളിക്കൂളും ഷുഗറും വരച്ച് തന്നെ എഴുതണം. പെൻഡോസ് ഷുഗർ ആണ്, 5 വർഷം ഉണ്ടോ നോക്കിക്കോണം. നിങ്ങൾ തോന്നുന്ന രീതിയിൽ ട്രയാങ്കിൾ ഒന്നും വരച്ച് വെക്കരുത്. ഇറ്റ് ഈസ് എ പെൻഡഗണൽ ഷേപ്പ് ആണ്. പെൻഡോസ് ഷുഗർ ആണ്, 5 വർഷങ്ങളുള്ള ഷുഗർ മോളിക്കൂൾ ആണത്. അപ്പൊ പെൻഡോസ് ഷുഗറും ഒരു ഇതും കൂടെ എഴുതി ലെറ്റർ എഴുതി ഫില്ല് ചെയ്ത് വെക്കണം. ഓക്കെ,
അത് നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും തിരിച്ചും മറിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാലോ എഴുതാൻ. ഇവിടെയാണ് ബോണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോണ്ടിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇപ്പം. പക്ഷെ വരും ക്ലാസ്സുകളിൽ ഒരുപാട് ബോണ്ടിങ് പഠിക്കാനുണ്ട്. ഓക്കെ, അത്രയാണ്. ഇനി റോസാലിൻ ഫ്രാങ്ക്ലിന്റെ ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ ഒരു പടം കണ്ടോ, എക്സ്റേ ഡിഫ്രാക്ഷൻ വഴിയിട്ടുള്ള. അപ്പൊ അതൊന്ന് നോക്കാം. വാട്സൺ ആൻഡ് ക്രിക്ക് ഹാപ്പൻ ടു സീ ദ എക്സ്റേ ഡിഫ്രാക്ഷൻ പിക്ചർ ഓഫ് DNA captured using X-rays by റോസാലിൻ ഫ്രാങ്ക്ലിൻ. റോസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ടായിരുന്നു. ഷി വാസ് എ സയന്റിസ്റ്റ്. അവരെന്താ ചെയ്തിരുന്നത്, അവരും ഈ DNA സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി എന്താ ചെയ്തത്, നമ്മുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഓരോന്നിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുക. എക്സ്റേസിനെ കടത്തി വിട്ടിട്ട് ഓരോന്നിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ സ്ട്രക്ചർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മെത്തേഡ് എക്സ്റേ ഡിഫ്രാക്ഷൻ വഴിയിട്ട് നമ്മുടെ DNA സ്ട്രക്ചറിനെ ആദ്യം പുള്ളിക്കാരിയാണ് കണ്ടുപിടിച്ചത്. ഒരു വേഗ് ആയിട്ടുള്ള പിക്ചർ കണ്ടോ, നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഒരു വേഗ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടി. അപ്പം അത് ആര് കാണാൻ ഇടയായി, വാട്സണും ക്രിക്കും. അവര് എന്തിൽ തന്നെയാണ് നമ്മുടെ DNA സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ തന്നെയാണ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് ഇത് കാണാൻ ഇടയായി. അപ്പൊ എന്താ സംഭവിച്ചത്, using X-rays by Rosalind Franklin, a researcher who was conducting research to identify the structure of DNA. അപ്പൊ ഇവരും എന്താ ചെയ്തുകൊണ്ടിരുന്നത്, റോസാലിൻ ഫ്രാങ്ക്ലിനും ഇതേപോലത്തുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ DNA സ്ട്രക്ചർ കണ്ടുപിടിക്കാനുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രം ദിസ് they were able to disclose the molecular structure of DNA, the molecules of life. അപ്പം ഇതിന്ന് ഇവർക്ക് എന്ത്, റോസാലിൻ ഫ്രാങ്ക്ലിന്റെ ഒരു എന്താ എയിം എന്തായിരുന്നു, ഇതിന്ന് DNA സ്ട്രക്ചർ ഡിസ്ക്ലോസ് ചെയ്യാം, അതുവഴി മോളിക്കുലർ ലൈഫ് കണ്ടുപിടിക്കാം എന്നൊരു ഇതിലൂടെ അവർ മുന്നോട്ട്. അപ്പൊ വാട്സണും ക്രിക്കും ഇത് കാണാൻ ഇടയാവുകയും അവര് അവരുടെ ഹോസ്റ്റൽ റൂമിൽ കുറെ മോഡലുകൾ ഇത് വെച്ച് ഉണ്ടാക്കി നോക്കി. Based on this picture, Watson and Crick produced models using various things in their hostel rooms and ensured the possibilities of double-hundred helix model of DNA. അപ്പം അവരെന്ത് ചെയ്തു, ഇത് കാണാൻ ഇടയാവുകയും ഇത് വെച്ചിട്ട് കുറെ മോഡലുകൾ ഉണ്ടാക്കി നോക്കി. അവസാനം ഉണ്ടാക്കി അവർ ഡബിൾ ഹെലിക്കൽ മോഡൽ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പം അതിന് വഴിയൊരുക്കിയത് ആരാണ്, റോസാലിൻ ഫ്രാങ്ക്ലിന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി കിട്ടിയ ആ ഒരു മോഡലിന്റെ വെളിച്ചത്തിലാണ് ഒരു തുടക്കം ഇട്ട് കൊടുത്തത് ഇവരാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് DNA പറ്റിയിട്ട് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജെനറ്റിക്സിനെ പറ്റിയിട്ടാണ്. ജെനറ്റിക്സിനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ DNA പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ DNA ആണ് എന്ത്, DNA-ക്കകത്തുള്ള ജീനുകളാണ് നമ്മുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള കാരണക്കാർ. അതുവഴി നമുക്ക് ക്രോമസോമിന്റെ ഹ്യൂമൻ ക്രോമസോം സ്ട്രക്ചർ വരെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ DNA പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. DNA ഈസ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ അത് കണ്ടുപിടിച്ചത് ഫൗണ്ടഡ് ബൈ ആരൊക്കെ തമ്മിലാണ്, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. അവർ രണ്ടുപേരും കൂടി കണ്ടുപിടിച്ചതാണ്. അതിന് അവർക്ക് 1962 എന്താ നമുക്ക് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രയാണ് അവരുടെ വർക്ക്. അവരെന്താണ് കണ്ടുപിടിച്ചത്, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNAയുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. അതായത് ഡബിൾ ഹെലിക്കൽ കോവേനിയുടെ ആകൃതിയിലുള്ള മോഡലാണ് അവർ കണ്ടുപിടിച്ചത്. അതിനകത്ത് എന്തൊക്കെയാണ്, 2 ഡബിൾ സ്റ്റാൻഡ് ലോങ് ഡബിൾ സ്റ്റാൻഡുകളുണ്ട്, പിന്നെന്തുണ്ട്, റൺസ് ഉണ്ട്, പടികളുണ്ട് വിത്ത് നൈട്രജൻ ബേസസ്, പിന്നെ പെൻഡോസ് ഷുഗറും ഫോസ്ഫേറ്റ് മോളിക്കൂളും വെച്ചിട്ടാണ് അത് ജോയിൻ ചെയ്തേക്കുന്നത്. അത്ര അവർ കണ്ടുപിടിച്ചു. നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്, 4 ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസ് ഉണ്ട്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പം അവയ്ക്ക് എന്താണ്, ഹൈ സ്പെസിഫിസിറ്റി ആണെന്നാ പറയുന്നത്. വിത്ത് നൈട്രജൻ ബേസസ് എന്താണ്, അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ വിത്ത് എ ഡബിൾ ബോണ്ട് ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ വിത്ത് എ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് ന്യൂക്ലിയോടൈഡ്? ന്യൂക്ലിയോടൈഡ്സ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് DNA. DNAയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് എന്തെന്ന്, നമ്മുടെ ന്യൂക്ലിയോടൈഡ്. എ ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ഓഫ് എ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആൻഡ് എ പെൻഡോസ് ഷുഗർ, റൈബോസ് ഷുഗർ ആൻഡ് എ നൈട്രജൻ ബേസ്. ഓക്കെ, വിത്ത് എ നൈട്രജൻ ബേസ്. അപ്പം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെന്താ പ്രത്യേകിച്ച് പറഞ്ഞ, അപ്പോൾ ഇത്രേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞ. പിന്നെ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുന്ന കാര്യം, പിന്നെ റോസാലിൻ ഫ്രാങ്ക്ലിന് എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി ഇമേജ് കിട്ടിയ കാര്യം. ഇത്രയാണ് DNA സ്ട്രക്ചറിൽ പഠിക്കാനുള്ളത്. ഇനി RNA എന്തോന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സാറ് വരട്ടെ, സാറ് എടുക്കുന്നേ ഉള്ളത്. അതെ, ഇതിന്റെ താഴത്തെ പേജ് നമ്പർ 106.
അതെ അതെ, ഇത് RNA. അപ്പം നമ്മൾ DNA എന്തോ പറഞ്ഞ DNAയുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ RNA എന്തായിരിക്കും? റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ഉള്ളത് RNAക്കകത്ത്, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം RNA എന്താന്ന് നോക്കാം. RNA ഇസ് ദ അനദർ ന്യൂക്ലിക് ആസിഡ്. രണ്ട് ന്യൂക്ലിക് ആസിഡ് ആണെന്ന് മനസ്സിലായല്ലോ. ഒന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും ഒന്ന് റൈബോ ന്യൂക്ലിക് ആസിഡും. ഇറ്റ് ഈസ് ആൻ അനദർ ന്യൂക്ലിക് ആസിഡ് ലൈക്ക് DNA പോലത്തെ ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. RNA is also formed of nucleotides. ഇവയ്ക്ക് എന്താണ്? ഇവയുടെയും ബേസിക് യൂണിറ്റ് എന്തുകളായിരിക്കും? ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും. ന്യൂക്ലിക് ആസിഡ് അല്ല, അപ്പം ബേസിക് യൂണിറ്റ് രണ്ടിന്റെയും ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും. പക്ഷെ ഒരു വ്യത്യാസം, റൈബോസ് ഷുഗർ ഈസ് പ്രസന്റ് ഇൻ RNA. മറ്റേത് ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരുന്നു, ഇവിടെ റൈബോസ് ഷുഗർ ആണുള്ളത് RNAക്കകത്ത്. അതാണ് ഒരു വ്യത്യാസം. റൈബോസ് ഷുഗർ ഈസ് പ്രസന്റ് ഇൻ RNA. In RNA, the nitrogen base uracil is seen instead of thymine. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൈമിൻ, നമ്മൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നാണ് DNAക്കകത്ത് പഠിക്കുന്നത്. പക്ഷേ ഇവിടെ തൈമിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ യുറാസിലാണ് ഉള്ളത്, നൈട്രജൻ ബേസ്. അപ്പൊ രണ്ട് വ്യത്യാസങ്ങളാണ് DNA RNA തമ്മിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ DNAക്കകത്ത് എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും ഇതിനകത്ത് ഡിയോക്സി റൈബോ ഷുഗറും ഇതിനകത്ത് റൈബോ ഷുഗർ ആണുള്ളത്. മറ്റ് നൈട്രജൻ ബേസിന്റെ കാര്യം എടുക്കുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ ഇവിടെ ഉള്ളത് എന്താണ്? യുറാസിൽ. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ RNAs ഹാവ് only a single strand. പിന്നെ ഉള്ള ഒരു വ്യത്യാസം നമ്മൾ മറ്റത് ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് ആണ് പറഞ്ഞത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ RNA, മെജോറിറ്റി ഓഫ് ദ RNA ഹാവ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ഒറ്റ സ്റ്റാൻഡേ കാണും. നമ്മൾ ഇപ്പുറത്ത് DNA എഴുതി വരച്ചിട്ട് ഇപ്പുറത്തെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA കാണിച്ചില്ല, അതുപോലെ ഒറ്റ സ്റ്റാൻഡ് മാത്രമുള്ള ഇതാണ് RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ന്യൂക്ലിക് ആസിഡ് ആണ് RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് അത് കുറച്ചും കൂടി മനസ്സിലാവാൻ അതിന്റെ തൊട്ട് താഴെ ഒരു ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റില്. സാറിന് പോയിന്റ് സാർ പ്രസന്റ് ചെയ്തോളും, നമുക്ക് നോക്കാം. DNA RNA, പിന്നെ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ടൈപ്പ് ഓഫ് ഷുഗർ, നൈട്രജൻ ബേസസ്. ഇത് മൂന്നും ഫില്ല് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ DNA RNA മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു. DNA നമ്പർ ഓഫ് സ്ട്രാൻഡ്, DNAയിലെ നമ്പർ ഓഫ് സ്ട്രാൻഡുകൾ എന്ന് പറഞ്ഞേ. കേട്ടില്ല, ഒന്നുകൂടെ പറയോ? ഡബിൾ സ്റ്റാൻഡേർഡ് DNAക്ക് ഡബിൾ സ്റ്റാൻഡ് ആണ്. ദാറ്റ് ഓഫ് RNA വരുമ്പോ എത്ര സ്റ്റാൻഡുകളാ ഉള്ളത്? പറഞ്ഞോ അനീഷ, പറഞ്ഞോ. കറക്റ്റ്. അപ്പൊ ഇങ്ങനെ എഴുതണം. DNA സ്റ്റാൻഡ്, നമ്പർ ഓഫ് സ്റ്റാൻഡുകളുടെ കാര്യത്തിൽ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് എഴുതണം. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഷുഗർ. DNAക്കകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഷുഗർ ആണെന്നാ പറഞ്ഞേ? അടുത്ത ആള് പറ, പറയാത്ത ഒരാൾ പറ. ഞാൻ പേര് വിളിക്കണോ? അമീഷ പറഞ്ഞേ, നമ്മള് DNAക്കകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഷുഗർ ആണെന്നാ പറഞ്ഞേ? ഡിയോക്സി റൈബോസം ഷുഗർ. ഡിയോക്സി റൈബോ ഷുഗർ. ഇനി അശ്വിനി പറഞ്ഞേ, നമ്മൾ RNAക്കകത്ത് എന്ത് ഷുഗർ ആണെന്നാ പറഞ്ഞേ? അശ്വിനിക്ക് കേൾക്കാമോ? RNAക്കകത്ത് ഇപ്പം പിന്നെ നമ്മുടെ അമീഷ പറഞ്ഞു DNAക്കകത്ത് ഡിയോക്സി റൈബോ ഷുഗർ ആണ്. അപ്പൊ RNAക്കകത്ത് എന്ത് ഷുഗർ ആ ഉള്ളത്? റൈബോസ് ഷുഗർ കറക്റ്റ് ആണ്. ഇനി നൈട്രജൻ ബേസസ്. DNAക്കകത്തുള്ള നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? ആരാ പറയുന്നേ? അന്നസിസ് ആന്റണി. DNAക്കകത്തുള്ള റൈബോ ഷുഗർ ഏതൊക്കെയാണ്? ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണോ? അല്ല, നൈട്രജൻ ബേസസ്. DNAക്കകത്തുള്ള നൈട്രജൻ ബേസസ് 4 ഏതൊക്കെയാണ്? തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. കറക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ RNAക്കകത്തുള്ള നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? നമ്മുടെ ആരോടാ ഇപ്പൊ ചോദിക്കുന്നത്? അഭിനവേ, RNAക്കകത്തുള്ള നൈട്രജൻ ബേസസ് ഏതൊക്കെയാ അഭിനവേ? അഭിനവ് PV കേൾക്കുന്നുണ്ടോ? അഭിനന്ദ് അല്ലേ? കേൾക്കുന്നുണ്ടോ? അടുത്ത ആരോട്? ഷാരോണിന് പറയാമോ? ഷാരോണെ, RNAക്കകത്തുള്ള നൈട്രജൻ ബേസസ് ഏതൊക്കെയാ ഷാരോണെ? ഓക്കെ, RNAക്കകത്തുള്ള നൈട്രജൻ ബേസസ് ഏതൊക്കെയാണെന്ന് ഞാൻ തന്നെ പറയാം. ഈ സെയിം സാധനങ്ങൾ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ അവിടെ യുറാസിൽ വരുന്നേ ഉള്ളൂ. ഓക്കെ, യുറാസിൽ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. അതായത് തൈമിന് പകരം അവിടെ യുറാസിൽ കയറി വരും. ബാക്കി മറ്റതിനകത്ത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ
അഡിനിൻ യുറാസിൽ അഡിനിൻ സൈറ്റോസിൻ ഗ്വാനിൻ അങ്ങനെ എഴുതിയാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ DNA RNA മനസ്സിലായി എന്ന അർത്ഥം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായോ? അനീഷ എന്താ പറഞ്ഞ? മനസ്സിലായോ അനീഷ? ഓക്കെ. അപ്പം ഹൗ ഡു ജീൻ ഗെറ്റ് ആക്ട്, ജീൻസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത പോർഷൻ. അത് പക്ഷേ ഇച്ചിരി ഒരു വലിയ പോർഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇന്ന് എന്തായാലും തീരത്തില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദ ആക്ടിവിറ്റി ഓഫ് പർട്ടിക്കുലർ പ്രോട്ടീൻസ് ദാറ്റ് ഈസ് എൻസൈം കൺട്രോൾ ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ജീനുകൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം, അതായത് ന്യൂറോണിന്റെ ഇത് തൊട്ട് ഇങ്ങോട്ട് പറയുന്നതാണ്. കുറെ മെസ്സേജസ് പാസ് ചെയ്യും, കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും, കുറെ എൻസൈംസ് കൺട്രോൾ ചെയ്യുന്നൊക്കെ പറയുന്നതിന് കുറച്ചുകൂടെ ഒരു എക്സ്റ്റെൻസീവ് വേർഷൻ ആണ് ഇവിടെ പറയുന്നത്. ജീനുകളിൽ എങ്ങനെയാണ് ആക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. ദ ആക്ടിവിറ്റി ഓഫ് പർട്ടിക്കുലർ പ്രോട്ടീൻസ് that is enzymes controls the metabolic activities and is responsible for specific characters. Enzymes, ചില എൻസൈംസ് ആണ് മെറ്റബോളിക് ആക്ടിവിറ്റീസിലെ കൺട്രോൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്പെസിഫിക് ക്യാരക്ടേഴ്സ്, ചില പ്രത്യേകതരം ക്യാരക്ടറുകളെ കൺട്രോൾ ചെയ്യുന്നത് ചില സ്പെസിഫിക് പ്രോട്ടീൻസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് എൻസൈംസുകളാണ്. ജീൻസ് ആർ പർട്ടിക്കുലർ സെഗ്മെന്റ്സ് ഓഫ് DNA. ജീൻസ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ ജീനുകളുടെ ഫംഗ്ഷൻ എന്താണ്? ജീൻസ് എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസിലെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു പോർഷൻ ആണ് ജീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജീൻസ് കണ്ടെയ്ൻ ഇൻഫർമേഷൻസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ജീൻസ് ആർ പർട്ടിക്കുലർ സെഗ്മെന്റ്സ് ഓഫ് DNA. DNAയുടെ തന്നെ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ആണ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ജീൻ. അപ്പം DNA-യുടെ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ആണ് ജീൻ, അതിൽ തന്നെ പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ജീൻ. അപ്പം അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? സർട്ടൻ നമ്മുടെ എൻസൈമുകൾ വഴിയാണ് അത് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്ത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്ത ക്ലാസ്സും കൊണ്ട് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ക്ലാസ്സും കൊണ്ട് ഈ ചാപ്റ്റർ, അതായത് ചൊവ്വാഴ്ചത്തെ ക്ലാസ്സും കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മുന്നേ 2 ചാപ്റ്ററല്ലേ ഉള്ളൂ. അപ്പം അതിന് മുന്നേ ഞാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം, തിങ്കളാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി ഉള്ളത് കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ. അതിൽ ഈ പറഞ്ഞേക്കുന്നത്, അതായത് ജീൻസിന്റെ ആക്ഷൻ മാത്രം വിളിച്ചിട്ട് ടൈം എടുത്ത് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഒരു ഇച്ചിരി നേരത്തെ ജോയിൻ ചെയ്യണം. നമുക്ക് 10 തൊട്ട് 11:30 വരെ എങ്ങാണ്ടാ ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു 10 മണി 10:15 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ടൈം കൂടുതൽ വേണ്ടുന്ന കാര്യമാണ് ജീനിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. അതായത് മെയിലും ഫീമെയിലും എങ്ങനെയാണ് ക്രോമസോം വഴി നമ്മൾ XX ആണോ XY ആണോ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ സ്കിൻ കളറിന്റെ കാര്യങ്ങൾ, പിന്നെ ഹ്യൂമൻ ക്രോമസോം, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ക്രോസിംഗ് അവർ, അതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കുറച്ച് പോർഷൻസ് ആണ്. നമുക്ക് എന്തായാലും അത് അടുത്ത ക്ലാസ്സും കൊണ്ട് തീർക്കാൻ പറ്റുന്ന തോന്നുന്നത്. അപ്പം അതിനു മുന്നേ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ തറവായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. നമ്മളെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മെന്റലിന്റെ കാര്യം തൊട്ട്, അതായത് ഫാദർ ഓഫ് ജനറ്റിക്സ്. ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി അല്ലെങ്കിൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ. വേരിയേഷനും ഹെറിഡിറ്ററിയും പറ്റി ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രിഹർ ജോഹാൻ മെൻഡലാണ്. പുള്ളിക്കാരൻ എന്തായിരുന്നു? ഒരു ആശ്രമത്തിലെ സന്യാസിയായിരുന്നു. അദ്ദേഹം ബൈസൺ സെക്ടേവം എന്ന് പറഞ്ഞിട്ടുള്ള ലാൻഡിൽ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് നടത്തിയ സ്റ്റഡീസ് ആണ് ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് മോണോഹൈബ്രിഡ് ക്രോസ്, അദ്ദേഹം ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തു, ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ക്യാരക്ടർ സെലക്ട് ചെയ്തു. അതിനകത്ത് തന്നെ എന്ത് ചെയ്തു? ഹൈറ്റിനകത്ത് തന്നെ ടോളും ഡോർഫും 2 അലീലിക് ഫോംസ് ഉണ്ടായിരുന്നു. അതിനെ ക്രോസ് ചെയ്തു. F1 ജനറേഷനിൽ എന്ത് കിട്ടി? നമുക്ക് ടോൾ പ്ലാന്റ് കിട്ടി. അതിന്റെ റെപ്രസെന്റേഷൻ ക്യാപിറ്റൽ T സ്മോൾ t ആയിരുന്നു. അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് കിട്ടിയ F2 കിട്ടിയ റേഷ്യോ ആണ് 3:1, 3 ടോളും 1 ഡ്വാർഫും. ഓക്കെ, അതിനെ അദ്ദേഹം ചില ഫാക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നെന്നും അത് ചിലത് ഒരു ജനറേഷനിൽ അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അതിനെ അദ്ദേഹം ഫാക്ടേഴ്സ് എന്ന് വിളിച്ചു. ചിലത് എക്സ്പ്രസ് ചെയ്യും, എക്സ്പ്രസ് ചെയ്തതിന് ഡൊമിനന്റ് എന്നും പിന്നെ
ചിലത് ഹിഡൻ ആയിട്ടിരിക്കുന്നു. അതിനെ റെസസീവ് ട്രേറ്റ് എന്ന് അദ്ദേഹം പേരിട്ട് വിളിച്ചു. പിന്നെ അതിന്റെ റേഷ്യോ 3:1 ആണെന്ന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം ചെയ്തത് എന്താ, ഡൈഹൈബ്രിഡ് ക്രോസ്, അതായത് 2 ക്യാരക്ടർ എടുത്തു, 4 അലീലിക് ഫോംസ്. അത് ഏതൊക്കെയാന്ന് ഇന്ന് രാവിലെയും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹൈറ്റിന്റെ 2 അലീലിക് ഫോംസ് ടോള് ഡാർഫ്, ഷേപ്പ് ഓഫ് ദ സീഡ് റൗണ്ട് റിങ്കിൾഡ്. അതിനെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ചെക്കർ ബോർഡിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്ത് അദ്ദേഹം എഴുതിയത്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്താണ്, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതായത് 2 ക്യാരക്ടേഴ്സ് മിക്സിംഗ് അപ്പ് ചെയ്ത് പുതിയൊരു ക്യാരക്ടർ ഉണ്ടാവുമ്പോൾ അവ തമ്മിൽ, അതായത് ക്യാരക്ടേഴ്സ് തമ്മിൽ മിക്സിംഗ് അപ്പ് നടക്കുന്നില്ല. അതായത് അവ രണ്ടും 2 ലോക്കസിലാണ് സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ചില ഫാക്ടേഴ്സ് പാരന്റ്സിൽ നിന്ന് ഓസ്പ്രിങ്സിലോട്ട് വരുന്നുണ്ട്. അതിന് കാരണം എന്താണ്, ഫാക്ടേഴ്സ് ആണ്. ആ ഫാക്ടേഴ്സ് ആണ് ലേറ്റർ എന്താണ് DNA ജീൻസ് ആണെന്ന് കണ്ടുപിടിച്ചത്. ആ DNA കണ്ടുപിടുത്തത്തോടുകൂടി ഹ്യൂമൻ ക്രോമസോമിന്റെ കണ്ടുപിടുത്തവും മോളിക്കുലർ ജെനറ്റിക്സിന്റെ ഫാസ്റ്റ് ഗ്രോത്തും നടന്നു. ഓക്കെ, പിന്നെ 3 പേര് ആരൊക്കെയാണ്, കോറിൻസ്, ഹ്യൂഗോ ഡിവേഴ്സ്, അങ്ങനെ 3 പേര് ചേർന്നിട്ട് ലേറ്റർ സ്റ്റഡി നടത്തിയപ്പോൾ ഇത് നമ്മുടെ ഗ്രിഹർ ജോഹാൻ മെന്റലിന്റെ ഫൈൻഡിങ്സ് ശരിയാണെന്നും മെന്റൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള രീതിയിൽ അതിനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് DNA സ്ട്രക്ചർ മാത്രമാണ് പഠിച്ചത്. DNA RNA. DNA എന്താണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതിനകത്ത് വരുന്നത് ഒരു ഡബിൾ ഹെലിക്കൽ മോഡലാണ്. റൈറ്റ് ഹാൻഡ് ഡബിൾ ഹെലിക്സ് ആണ്. അതിനകത്ത് 2 ഡബിൾ സ്ട്രാൻഡ്സ് ഉണ്ട്, റൺസ് ഉണ്ട്, പിന്നെന്തുണ്ട്, ഒരു പെൻഡോ ഷുഗർ ഉണ്ട്, പിന്നെന്തുണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഉണ്ട്. നൈട്രജൻ ബേസസ് ആർ ഓഫ് 4 ടൈപ്പ്. ഏതൊക്കെയാണ്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതിന് സ്പെസിഫിസിറ്റി കൂടുതലായിരിക്കും. അഡിനിൻ ഓൾവേസ് സ്പേസ് വിത്ത് തൈമിൻ, ഗ്വാനിൻ ഓൾവേസ് സ്പേസ് വിത്ത് സൈറ്റോസിൻ. ഓക്കെ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അത് ഓർത്തിരുന്നോണം. പിന്നെ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബേസിക് യൂണിറ്റ് ഓഫ് DNA. അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂള്, ഒരു ഷുഗർ മോളിക്യൂള്, പിന്നെ നൈട്രജൻ ബേസ്. ഇത്രയും ചേരുന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ പഠിച്ചത് RNA എന്താണെന്ന്. RNA സെയിം ഓഫ് ലൈക്ക് DNA, ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണ്, ഇവിടുത്തെ ഷുഗർ എന്ന് പറഞ്ഞാൽ റൈബോസ് ഷുഗർ ആണ്. പിന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോംഡ് ഓഫ് ന്യൂക്ലിയോടൈഡ് റൈബോസ് ഷുഗർ ആയിരിക്കും. നൈട്രജൻ ബേസിന്റെ കാര്യം, അതായത് അവിടെ അഡിനിൻ തൈമിനോ, ഇവിടെ തൈമിനോ വരെ യുറാസിലായിരിക്കും കയറിയിരിക്കുന്നത്. ഓക്കെ, അത്രയാണ് വ്യത്യാസം. പിന്നെ ജീൻസിന്റെ ആക്ഷൻ അത് ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇത് ഇത്രയും പഠിപ്പിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഉണ്ടെങ്കിൽ ഉണ്ടോന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഓക്കെ, അശ്വിനി ശിവൻ ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാലേ നമുക്കിനി അടുത്ത പോകുന്ന ജീൻസിന്റെ ആക്ഷൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സും കൊണ്ട് മാക്സിമം ഈ പോർഷൻ കവർ ചെയ്തിട്ട് പിന്നെ നമുക്ക് 2 ചാപ്റ്റർ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് റിവിഷൻ ക്ലാസ്സിന് മസ്റ്റ് ആയിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഒരു ക്ലാസ് പോലും റിവിഷൻ ക്ലാസ് മിസ് ചെയ്യരുത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്ത് ഒരു ചാപ്റ്റർ കുറഞ്ഞത് 2 തവണയെങ്കിലും നമുക്ക് റിവൈസ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ തറവായിട്ട് മനസ്സിലാവും. ബയോളജി ഭയങ്കര സിമ്പിൾ ആണ്. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എല്ലാം 1 വേർഡ് ആണ്. മാക്സിമം പോയാൽ ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ആൻസർ, ഒരു പാരഗ്രാഫ് ഒന്നും കാണത്തില്ല, 3-4 സെന്റൻസ് എഴുതാനുള്ള ആൻസർ ആണ് ഏറ്റവും വലിയ ആൻസർ എന്ന് പറഞ്ഞാൽ ബയോളജിയിൽ. അത് നന്നായിട്ട് പഠിച്ചിട്ട് ഒരു മാർക്ക് പോലും കളയരുത്. സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത്. എത്ര വട്ടം ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞു തരും. കേട്ടോ, മനസ്സിലായോ? അപ്പൊ ജിബിൻ സാറെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? വൈൻഡ് അപ്പ് ചെയ്യാൻ സാറേ. സാറിന് എന്തെങ്കിലും പറയാണ്ട് സാർ ഇപ്പൊ പറയും, എല്ലാവരും ഒന്ന് കേട്ടിട്ട്. ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് വൈകുന്നേരം നമുക്ക് മാത്സ് സെഷൻ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നിങ്ങളുടെയൊക്കെ ടൈം ഷെഡ്യൂൾ എന്താണെന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കണം. അതനുസരിച്ച് നമുക്ക് ക്ലാസ് ഫ്ലെക്സിബിൾ ആക്കാം. പിന്നെ എന്തെങ്കിലും സജഷൻസ്, ഏതെങ്കിലും സബ്ജക്റ്റ് പോർഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ട് കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് പറയണം. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആദ്യം എടുക്കാം. അങ്ങനെ എന്തും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര എഫേർട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾ നന്നായിട്ട് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ വൈകുന്നേരം മാത്സ് ക്ലാസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പം നിങ്ങൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്ലാസ്സസിന്റെ ടൈം ഒക്കെ ഫ്ലെക്സിബിൾ ആക്കാം. വേറെ ഒന്നുമില്ല. ശരിയെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു.